നിധി കുറെ നേരമായി കടൽ തീരത്ത് തന്നെ ഇരിക്കുന്നു. സമയം പോകുന്നതോ ഇരുൾ മൂടുന്നതോ ഒന്നും അവൾ അറിഞ്ഞില്ല. ഇടയ്ക്കൊന്ന് ചുറ്റും നോക്കുമ്പോഴാണ് ഒരുപാട് സമയം പോയെന്നതും തനിക്ക് ചുറ്റും ആളുകൾ കുറവാണെന്നതും മനസ്സിലായത്. ഞെട്ടലോടെ എഴുന്നേറ്റ് വേഗം തന്റെ വണ്ടിയുമായി പോകുമ്പോൾ അവൾ അറിഞ്ഞില്ല തനിക്ക് കുറച്ച് പുറകിലായി ഒരു ബൊലേറോ അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. സ്കൂട്ടി ഓടിക്കുമ്പോഴും നിധിയുടെ മനസ്സ് അവളുടെ കൺട്രോളിൽ നിന്നും പോയിക്കൊണ്ടിരുന്നു. തനിക്ക് നടന്ന കാര്യങ്ങൾ ഓർക്കും തോറും അവളുടെ മനസ്സ് വേദന കൊണ്ട് നിറഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയം ബൊലേറോ അവളെ നോക്കി പാഞ്ഞു വരികയാണ്, നിധിയെ ഇടിച്ചിടാനെന്ന് പോലെ. അത് അവൾക്ക് നേരെ പാഞ്ഞത്. പെട്ടെന്ന് ഒരാഡംബര കാർ വന്ന് അവർക്ക് തടസ്സമായി നിന്നു. ബൊലേറയിൽ വന്നവർ ഒന്ന് ഞെട്ടിയെങ്കിലും തെറിവിളികളുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴും ആ ആഡംബര വാഹനത്തിലിരുന്ന വ്യക്തി അതൊന്നും ശ്രദ്ധിക്കാതെ നിധിയുടെ വണ്ടി അവന്റെ കണ്ണിൽ നിന്നും മറയുന്നത് നോക്കിയിരുന്നു. അവൾ കണ്ണിൽ നിന്നും മറഞ്ഞതും അവൻ തനിക്ക് മുന്നിലായുള്ള ആളുകളെ നോക്കി. എന്നിട്ട് തന്റെ കാർ തുറന്നു പുറത്തേക്കിറങ്ങി. ഗുണ്ടകൾ തങ്ങൾക്ക് പരിചയമില്ലാത്ത മുഖമായതിനാൽ തന്നെ ഒരു നിമിഷം നിന്നു. എന്നാൽ വഴിവിളക്കിലെ വെളിച്ചത്തിൽ അവന്റെ മുഖം കണ്ടതും കൂട്ടത്തിൽ തലവൻ എന്ന് തോന്നുക ഭയത്തോടെ പറഞ്ഞു, ബായ്. അപ്പോഴും അവൻ ഒരു ചെറു വിസിലോടിയോടെ അവരെ നോക്കി നിന്നു. അവരുടെ തലവന് പക്ഷേ ആ വിസിലടി തങ്ങളുടെ മരണമണി എന്ന പോലെ തോന്നി. അതിന്റെ ബാക്കി എന്ന പോലെ അവന്റെ മുഖം ഭയത്താൽ മിഴിഞ്ഞു. ഇതേ സമയം നിധി ഇതൊന്നും അറിയാതെ തന്റെ ഹോസ്റ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കയറ്റി പാർക്ക് ചെയ്തു. എന്നിട്ട് ബാഗുമായി തിരഞ്ഞതും പെട്ടെന്ന് എന്തോ വന്ന് അവളെ ഇറുകെ പുണർന്നു. അവളെ പൊതിഞ്ഞ ഗർത്തം മാത്രം മതിയായിരുന്നു അവൾക്കതാരാണെന്ന് അറിഞ്ഞു. അവനെ അറിഞ്ഞിട്ട് പോലും ഉള്ളിലെ വേദന കാരണം അല്ലെങ്കിൽ പരിഭവമായിരിക്കണം നിധിക്ക് തിരികെ അവനെ ചേർത്ത് പിടിക്കാൻ തോന്നാത്തത്. മോളെ, നിധി ക്ഷമിക്കും, എനിക്കൊന്നും ചെയ്യാൻ ക്ഷമിക്കും, എന്റെ തെറ്റാ. അവർക്ക് മുന്നിൽ എനിക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ ജീവൻ കരഞ്ഞുപോയി. തന്റെ തോളുകൾ കണ്ണീർ വന്ന് നിറയുന്നതറിഞ്ഞതും അവളും അറിയാതെ അവനെ പുൽകി. സായി അവർക്കരികിൽ വന്നു എന്നറിഞ്ഞതും ജീവൻ പതിയെ അവളെ തന്നിൽ നിന്ന് മടക്കി മാറ്റി. ആ നിമിഷമാണ് അവനും അവളെ ശ്രദ്ധിച്ചത്. കരഞ്ഞു തളർന്ന ആ മുഖം കണ്ടതും കുറ്റബോധത്താൽ അവൻ വല്ലാതെയായി. സായും ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. കുറച്ചു മുൻപ് താൻ കണ്ട ആ പെൺകുട്ടിയാണ് ഇപ്പോൾ തളർന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന തോന്നലും അയാളിലും വേദന നിറച്ചു. മോളെ, ക്ഷമിക്കും സുചിത്ര, അവൾ അങ്ങനെയാണ്. ശരിക്കും പാവമായിരുന്നു. എപ്പോഴും ഇങ്ങനെ ആയതാണ്. ഒന്നെടുത്തറിഞ്ഞാൽ നിനക്കും അവളോട് ഇഷ്ടമേ ഉണ്ടാകും. സായിയുടെ വാക്കുകൾ കേട്ട് അവൾ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ അദ്ദേഹത്തെ നോക്കി. അത് മനസ്സിലാക്കിയ അദ്ദേഹം ജീവനെ നോക്കി പറഞ്ഞു, ജീവ, നീ ഇവിടെ നിൽക്കും, ഞാൻ മോളോട് സംസാരിച്ചിട്ട് വരട്ടെ. സായി അവന്റെ മറുപടി കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. മോളെ, അച്ഛനെ മോക്ക് ഇഷ്ടമാണ്. കണ്ണീരോടെ അവൾ തലയാട്ടി. അത് കണ്ട് സായി സന്തോഷത്തോടെ തുടർന്നു, എനിക്ക് മോളെ വലിയ ഇഷ്ടമാണ്. കാരണം അറിയുന്നു? ഇല്ല, എന്റെ മകൻ സുചിത്രയുടെ ഒരു മെയിൽ വേർഷനായിരുന്നു, അറിയുമോ? അങ്ങനെയല്ല. പെട്ടെന്ന് അവൾ അതിനെ എതിർക്കുന്നത് പോലെ പറഞ്ഞു. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ അതായിരുന്നു സത്യം. പക്ഷെ ഇപ്പോൾ ഈ കാണുന്ന ജീവൻ, ആ മകനെ എനിക്ക് തന്നത് മോളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സ്വാർത്ഥതയുണ്ട് എന്ന് കൂട്ടിക്കോ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അതാണ് എന്റെ ആഗ്രഹം. മോളത് നടത്തി തരില്ലേ? സായി ചോദിക്കുന്നത് കേട്ടതോ നിധി എന്ത് പറയണമറിയാതെ ഒരു നിമിഷം നിന്നു. തീരുമാനം എടുക്കാൻ കഴിയാതെ അവൾ ജീവനെ നോക്കി. വേദനയോടെ തന്നെ നോക്കി നിൽക്കുന്നവന്റെ മുഖം കാണുമ്പോഴും തളർന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. നിധിയുടെ ഉള്ളിൽ വല്ലാത്തൊരു വടംവലി നടന്നുകൊണ്ടിരുന്നു. എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ.
ജീവനും സായിയും അവളോട് കാണിക്കുന്ന സ്നേഹം സത്യമാണ് എന്ന വിശ്വാസത്തിൽ അവൾ അവരെ നോക്കി ചെറു പുഞ്ചിരി തൂക്കി. എന്നിട്ട് അറിയാതെ തലയാട്ടി. വിവാഹത്തിന് സമ്മതമെന്ന പോലെ. എന്നാൽ അവൻ സ്റ്റെയറിംഗിലേക്ക് തോർത്തു. എന്നിട്ടും അവനിൽ ചേരാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് ഞാൻ തരുന്ന ശിക്ഷയുടെ അളവുകൾ കൂടുക തന്നെ ചെയ്യും. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ. തുടരുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ.